സുഗതന്റെ കേസില് പലതും വഴിവിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. സുഗതന് ഇന്നലെ 6 മാസത്തെ അവധി കൊടുത്തിരിക്കുകയാണ്. എന്നാ പിന്നെ സുഗതൻ ആ കൗൺസിലർ സ്ഥാനം രാജിവെച്ചാ പോരെ? എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മേയർ രാജേഷും ഒക്കെ ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത്? ഭരണം പിടിച്ചു നിർത്തണം എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും താല്പര്യമായിരിക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷെ കാപ്പ കേസാണ്, അതിൽ അകത്ത് കിടക്കുകയാണ്. അവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ സത്യപ്രതിജ്ഞ വരെയും സമ്മതിക്കാം. പക്ഷെ 6 മാസമൊക്കെ ഒരു കൗൺസിലർ സ്ഥലത്തുണ്ടാവില്ല. അല്ല, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇതല്ല. വിഷയം ബി.ജെ.പി പുള്ളീനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നമുക്ക് മനസ്സിലാവും. അതിന് കുഴപ്പമില്ല. അത് കാരണം എന്ന് വെച്ചാൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു കാപ്പ കേസ് പ്രതി, ഒരു ക്രിമിനലിനെ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവർ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച ആളാണല്ലോ. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ആകെ 50 സീറ്റേ ഉള്ളൂ. 102 സീറ്റിൽ 51 ഉണ്ടെങ്കിലേ ഭൂരിപക്ഷം ആവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവർ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. അതിൽ തെറ്റില്ല. പക്ഷെ നമ്മുടെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ബി.ജെ.പിയുടെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയും കെ.എം. ഷാജിയും അടക്കമുള്ള ആളുകൾ ശ്രമിക്കണതിനാണ് നമുക്ക് അത്ഭുതം. അതെങ്ങനെയാ സർ? രമേശ് ചെന്നിത്തലയും കെ.എം. ഷാജിയും ശ്രമിക്കുന്നു. അവരെ പൊളിക്കാൻ വേണ്ടിയിട്ട് ശബരിനാഥൻ കിടന്ന് ഇടികൊള്ളുന്നു. പക്ഷെ പാവം ഇടികൊണ്ടത് മാത്രം മെച്ചം, ഇവർ രണ്ടുപേരും പുറകെ നിന്ന് എന്ത് ചെയ്തു? ചതിക്കുന്നു. പക്ഷെ ശബരിനാഥന് ഇപ്പൊ ട്രോള് കാണല്ലോ, കൊക്കെവിടെ കൊക്കെവിടെ. ശബരിനാഥൻ പണ്ട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവനിവിടെ വരുത്തില്ല എന്നാണ്. പക്ഷേ അപ്പോഴാണ് രമേശ് ചെന്നിത്തലയും കെ.എം. ഷാജിയും സതീശനും ഒക്കെ ചാടി വീണിട്ട് ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞങ്ങളിവിടെ സുഗതനെ നിലനിർത്തും എന്ന് പറഞ്ഞേക്കണം. അല്ല, അതിന് തമാശ അല്ല, ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ പറയാം. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, സുഗതന് കൊടുത്തേക്കണം, അതായത് പ്രേക്ഷകൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, സ്വീകർത്താവ് ശ്രീ സുഗതൻ രവീന്ദ്രൻ നായർ. ഇതിന്റെ വേണമെങ്കിൽ നമുക്ക് ഇത് കാണിക്കട്ടെ, ഇതിൽ കാണിക്കത് ഇത് മറ്റേ ഗവൺമെന്റ് ഉത്തരവാണ് സുഗതന് കൊടുത്തേക്കണം. അപ്പൊ അതിന്റെ വിഷയം ഞാൻ വായിക്കാം ചെറുതായിട്ട്. സൂപ്രണ്ട് സെൻട്രൽ ജയിൽ കറക്ഷണൽ ഹോം വിയ്യൂർ കണ്ണൂർ മുഖേന സുഗതന് കൊടുത്തേക്കണ ലെറ്ററാണിത്. അതിന്റെ വിഷയം ആഭ്യന്തര വകുപ്പ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, അതായത് കാപ്പ വകുപ്പ് പ്രകാരം കരുതൽ തടങ്കലിൽ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള പരോൾ അപേക്ഷക്ക് തുടർച്ചയായുള്ള അറിയിപ്പ് സംബന്ധിച്ച്. അതായത് ഇയാൾ പരോൾ അപേക്ഷക്ക് കിട്ടാൻ വേണ്ടി, അതായത് എസ്കോട്ട് പരോൾ കിട്ടാൻ വേണ്ടി പുള്ളി അപേക്ഷിച്ചിരുന്നു. അത് സൂചനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡയറക്ടർ ജനറൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് 22/6/2025 തീയതിയിലെ പിന്നെ കത്തിൻ്റെ നമ്പറാണ്. കത്ത് മുഖാന്തരം ലഭ്യമാക്കിയിട്ടുള്ള താങ്കൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി മുമ്പാകെയും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുമ്പാകെയും സമർപ്പിച്ച തീയതി വെച്ച അപേക്ഷ അതിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്നിട്ട് കത്ത് കേൾക്കണം നിങ്ങൾ. ഇതാണ് ഒരു 1.5 കത്താണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു ഉത്തരവുണ്ടാവില്ല. അത് ഞാൻ വിശദമാക്കാം. സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ആരാ? സുഗതന്റെ സൂചനയിലേക്ക് ഇവർ ശ്രദ്ധ ക്ഷണിക്കണം. ആരാണെന്ന് മനസ്സിലാക്കണോട്ടെ. അഡീഷണൽ ചീഫ് മറ്റേ ഹോം സെക്രട്ടറിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി എസ്കോട്ട് പരോൾ അനുവദിക്കണമെന്ന് താങ്കളുടെ കത്തിലെ ആവശ്യം സർക്കാർ നിരസിച്ചിരിക്കുന്നു. എസ്കോട്ട് പരോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി? അതായത് പോലീസുകാരെയും കൂട്ടി എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മറ്റേ വി.ഡി. സതീശനൊക്കെയുള്ള എസ്കോട്ട് ഉള്ളത്. അപ്പൊ അതുപോലെ എസ്കോട്ടിൽ പുള്ളി എന്ത് ചെയ്യുന്നു? മറ്റേ പോകുന്നു, കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. ആ ആവശ്യം ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു. പക്ഷേ ഡോൺ വറി എന്നാണ് പറഞ്ഞത്. ഡോൺ വറി എന്ന് കത്തിലില്ല, അത് എൻ്റെ വാക്കാണ്. പക്ഷെ അതാണ് കൃത്യമായിട്ട് ഡോൺ വറി എന്ന് പറഞ്ഞിട്ട് അടുത്തത് നിങ്ങൾ കേൾക്കണം. മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും വിഷമിക്കല്ലേ മോനെ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ബ്രാക്കറ്റിൽ. അത് ഇട്ടിട്ടില്ല ഇതിനകത്ത് കത്തിൽ. സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ, താങ്കളുടെ കൗൺസിലർ സ്ഥാനം അയോഗ്യത വരരുത്. കാരണം 3 തവണ തുടർച്ചയായിട്ട് പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യരാകും. അത് വരാതിരിക്കാനായിട്ട് ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. അതായത് പുള്ളി ഒരു കാര്യം ചോദിച്ചു. നമ്മളൊക്കെ സാധാരണ ഈ പറയുന്ന പോലെ ഒരു തേങ്ങയിൽ നിന്ന് മറ്റേ തെങ്ങിൽ നിന്നൊരു തേങ്ങ ഇടാമോ എന്ന് ചോദിച്ചാൽ ആകെ വരാൻ പോണ ലെറ്റർ തേങ്ങ ഇടാൻ പറ്റില്ല എന്നായിരിക്കും. മനസ്സിലായി? ഇതല്ല, തേങ്ങ ഇടാൻ പറ്റില്ല മോനെ, പക്ഷെ വേറൊരു വഴിയുണ്ട്. തൊട്ടപ്പുറത്ത് കരിക്ക് കച്ചവടക്കാരുണ്ട്, അവൻ്റെ അടുത്ത് നിന്ന് 2 തേങ്ങ കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിയേക്കണം. ഒരു ഗവൺമെന്റ് ഓർഡർ. ഇനി അടുത്തത് അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. തൊട്ടടുത്തത് ഒരു വലിയ ലീഗൽ അഡ്വൈസ് കൂടി പുള്ളി കൊടുക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച്
ഉം. കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം അയോഗ്യതയിൽ നിന്നും സുരക്ഷിതമായിരിക്കുമെന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു. ഇത് ഹോം ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ താഴെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി നമിത ടി. എന്തൊരു അത്യാവശ്യം എന്നറിയാമോ? 19 കേസിലെ പ്രതി, അതിൽ 5 വധശ്രമം, ഒരെണ്ണം മാത്രം രാഷ്ട്രീയ കേസുകൾ, ബാക്കി എല്ലാം ഇതുപോലെ കൊള്ളയും പിടിച്ചു പറയും നടത്തിയ കേസിലെ പ്രതിനെ പേടിക്കണ്ട, ഡോൺ വറി. 6 മാസത്തേക്ക് നിങ്ങൾ അവധിക്ക് അപേക്ഷിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. കിട്ടാൻ ഇതിന് വഴി കൂടിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് മിസ്റ്റർ ചെന്നിത്തല പറയണേണ്, പുള്ളി ഇത് അറിഞ്ഞിട്ടില്ലെന്ന്. ഇത് 27/7/2026, അതായത് ഇപ്പൊ 10 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്തിട്ട് 12 ദിവസം കഴിഞ്ഞ് ഈ കത്തെഴുതി കൊടുത്തിട്ട് പുള്ളി ഇത് അറിഞ്ഞിട്ടില്ലെന്ന പുള്ളി പറയണം. ഇനി അടുത്ത തമാശ, ഇതിപ്പോ ഇതേ കൈ കിട്ടിയിട്ടുണ്ടായുള്ളു. ബാക്കി അടുത്തതെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നിർദ്ദേശം അനുസരിച്ചാണ് ഈ കത്ത് കൊടുത്തേക്കണെന്ന് പറയുന്നത്. അതായത് KM ഷാജിയും കൂടി അറിഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് ശബരിനാഥ വീട്ടിൽ പോകും. പേളി പറഞ്ഞ ഭാഷ എനിക്ക് പറയാനുള്ളത്, ഇഫ് നിങ്ങൾ ഹർട്ടാവും, പ്ലീസ് ഗോ ബാക്ക് ഹോം. അവിടെ ദിവ്യാസേർ പണിയെടുത്ത് കൊണ്ടുവന്ന എന്തായാലും നല്ല ശമ്പളമുണ്ട്. അവിടെ നിന്നാലും ശബരിനാഥന് പുട്ടടിക്കാം, TV കാണാം, ഒരു പ്രശ്നവും എന്തില്ല. വെറുതെ കൗൺസിലറൊക്കെ ആയിട്ട് ഇവിടെ കിടന്ന് ഇടിയും കൊണ്ട് എന്ത് ചെയ്യണ്ട. കൊക്കിന് ജീവനുണ്ടെങ്കിൽ വിചാരമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ, അപ്പോഴാണ് രമേശ് ചെന്നിത്തലയും KM ഷാജിയും സതീശനും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ സുഗതനെ അയോഗ്യനാക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. സ്വാഭാവികയുടെ നേരത്തെ ഒരു ചോദ്യം വരാൻ സാധ്യത. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ചെന്നിത്തലയുടെ ഭാഗത്തേക്ക് ഇതെങ്ങനെയാണ് വരുന്നത്, തദ്ദേശം വരുമ്പോൾ KM ഷാജി. അപ്പൊ മുൻ സർക്കാരിന്റെ കാര്യങ്ങളിലെ ചെയ്തികൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഈ വകുപ്പ് തലത്തിലുള്ള നടക്കുന്ന നടപടികളെല്ലാം തന്നെ ഈ മന്ത്രിമാര് അറിയണം എന്നില്ല എന്നുള്ളൊരു നറേഷൻ ഈ ഇടതുപക്ഷം പറയാറുണ്ടല്ലോ. വകുപ്പ് തലങ്ങളിൽ നടക്കുന്നതാണ്, എല്ലാ ഫയലുകളും കണ്ടുപോകണം എന്നുള്ള ഒരു കാര്യം പറയാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെയും ചെന്നിത്തലയും KM ഷാജിയും ഇത് അറിഞ്ഞിട്ടുണ്ടാകും. വെരി ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ചോദ്യമാണ്. ആദ്യത്തെ ഒരു വരിയിൽ എനിക്കൊരു എക്സ്പ്ലനേഷൻ കൂടി തരാനുണ്ട്. അങ്ങനെ ഈ കേരളത്തിലെ മാധ്യമങ്ങളും അന്നുണ്ടായിരുന്ന പ്രതിപക്ഷവുമൊക്കെ എപ്പോഴെങ്കിലും പോട്ടെ, പ്രജിത പോലും, ഞാൻ പറഞ്ഞ വ്യക്തിപരമായി ചോദിക്കുന്നത് ക്ഷമിക്കണം, പ്രജിത പോലും ഇത്തരത്തിലുള്ള ഔദാര്യം പിണറായി വിജയൻ സർക്കാരിന് എപ്പോഴെങ്കിലും കൊടുത്തിരുന്നു? അതായത് ഒരു മറ്റേ മെഡിക്കൽ കോളേജിൽ കത്രിക വെച്ച് മറന്നുപോയ സംഭവത്തിലോ, അല്ലെങ്കിൽ മറ്റേ സ്കൂളിന്റെ മറ്റേ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്ന സംഭവത്തിലോ നിങ്ങൾ ഈ പറയുന്ന പോലെ പിണറായിനെ ചീത്ത വിളിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അത്ര അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, ഉത്തരം വേണ്ട, അത്ര അവിടെ നിൽക്കട്ടെ, അത് അവിടെ നിന്നോട്ടെ, ആ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ, ഇനി അത് കുഴപ്പമില്ല. പക്ഷെ ഇത്ര വിശാല ഹൃദയം നിങ്ങൾക്ക് ഉണ്ടായില്ല. മന്ത്രി കാണണോ, മുഖ്യമന്ത്രി കാണണോ, ഏത് 80-82 വയസ്സുള്ള മുഖ്യമന്ത്രി കാണണോ നിങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ 62 വയസ്സുള്ള സതീശനെ ഒന്നും കാണാണ്ടാവില്ല, 65 വയസ്സിലുള്ളതാണ്. കുഴപ്പമില്ല, പോട്ടെ. ഇനി അടുത്തത്, ഈ കത്തും ഈ ഫയലും അങ്ങനെ തീരുമാനം എടുക്കില്ല ഒരു ഉദ്യോഗസ്ഥനും. കാരണം എന്താണെന്നറിയാമോ? ഇത് മറ്റേ പോലീസുകാരുടെ ട്രാൻസ്ഫർ അല്ല. അതായത് എടപ്പള്ളി സ്റ്റേഷനിൽ നിന്നുള്ള ജിൻഡോ എന്ന് പറയുന്ന പോലീസുകാരനെ കളമശ്ശേരി സ്റ്റേഷനിലേക്ക് മാറ്റിയേക്കെന്ന് പറയുന്ന ട്രാൻസ്ഫർ അല്ല. ഇത് ഒരു രാഷ്ട്രീയമായ നിലപാട് കൂടി എടുക്കേണ്ട വിഷയമാണ്. അപ്പൊ ഉറപ്പായിട്ടും മന്ത്രിയോട് സംസാരിക്കാതെ അത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന്. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്തിരിക്കാൻ മന്ത്രി യോഗ്യനല്ലെന്നാണ് എൻ്റെ അർത്ഥം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ, അതായത് ആരാണ് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് മറ്റേ ജില്ലാ കളക്ടറോ ഇവിടുത്തെ മറ്റേ CIO കൊടുത്തേക്കണ, അതായത് കേരളത്തിലെ CIമാരിലോ അല്ലെങ്കിൽ SIമാരിലോ ആരെങ്കിലും കൊടുത്തേക്കണ ഉത്തരവല്ല. ഇത് ആര് കൊടുത്തേക്കണ ഉത്തരവാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്തേക്കണം. അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറിയാണ്. ആ ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ തൊട്ട് താഴെയുള്ള ആൾക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ അത് ഈ പുള്ളിയോട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, ഇത്രയും പ്രശ്നമുള്ളൊരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്തിട്ടുള്ളപ്പോൾ സത്യത്തിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് അവനെ സംരക്ഷിക്കണം. അതുകൊണ്ട് യു ജസ്റ്റ് ഗോ ഹെഡ്, കംപ്ലീറ്റ് പരിശോധിച്ചതിന് ശേഷം. കാരണം അല്ലെങ്കിൽ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഒരു നമിത എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറി ഒന്നും ഈ ഒരു അയോഗ്യരാക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ വേണം എന്നൊന്നും ആരും എന്ത് ചെയ്യില്ല. എസ്കോർട്ട് പരോള് കിട്ടുമോ? ഇല്ല, തീർന്നു. മനസ്സിലായി. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിങ്ങൾ എന്ന് ചോദിച്ചു നോക്കും, വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് ചോദിക്കണേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ തന്നാൽ മറ്റന്നാ മറ്റേ ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു നോക്കും.
അപ്പോൾ അവരിയ്ക്കും. നാളെ മറ്റന്നാൾ കിട്ടില്ല. പക്ഷേ ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേറൊരു വഴിയുണ്ട്. അത് 3 ദിവസം കഴിഞ്ഞ് നിങ്ങളിങ്ങനെ വരണം, എന്നിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് വിദഗ്ധ ഉപദേശം തരണ ആരെങ്കിലും ഉണ്ട്? എനിക്കറിയില്ല. ഞാൻ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും. അത് അതുപോലെ സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുമായിരിക്കും? തരുമായിരിക്കും. എനിക്ക് പല സർട്ടിഫിക്കറ്റുകളും പിറ്റേ ദിവസം കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പേപ്പറൊക്കെ ആയിട്ട് ചെല്ലണം, നോട്ട് ബുക്കൊക്കെ ആയിട്ട് ചെല്ലണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു മിനിറ്റ്, എന്തൊക്കെ രേഖകളാണ് വേണ്ടത് ഇന്നത് കിട്ടാൻ എന്ന് ചോദിക്കും. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ നോക്കും. അത് മറ്റേ അതും ഇതും കൊണ്ടുവന്നാന്ന് പറയും. അപ്പോൾ ഞാൻ എഴുതും. ഈ 2 മതി എന്നാണോ സാറ് പറയണത്? അല്ല അതല്ല, 2 മതി എന്നല്ല, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. 3 കൂടി വേണം. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചപ്പോ പറഞ്ഞില്ല, അല്ല നിങ്ങൾ എഴുതിയെടുക്കണ്ടല്ലോ, അപ്പൊ പിന്നെ ഇതില്ലെങ്കിൽ തലവേദന. അത് ഞാൻ പറഞ്ഞ എഴുതിയെടുക്കണ മാത്രമല്ല, റെക്കോർഡിങ് ചെയ്തിട്ട് അയ്യോ എന്നാ ഒന്ന് നിൽക്കുന്നേ, പിന്നെ എല്ലാം കൃത്യമായിട്ട്. എന്നിട്ട് എന്നോട് എത്ര ദിവസം എടുക്കും, ശരിക്കും ഇത് എത്ര ദിവസത്തിനകം തരണമെന്നാണ്. അല്ല അതൊരു 10-15 ദിവസം എടുക്കും. അല്ല അങ്ങനെയല്ലല്ലോ, ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞേക്കണത്, ഒരാഴ്ചക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ കാരണം ബോധിപ്പിക്കൽ എന്ത് ചെയ്യണമെന്നല്ലേ. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാന്ന് ചോദിച്ചു. എല്ലാം കൊണ്ടുവന്നു, ഇപ്പൊ തന്നെ കൊണ്ടുവന്നേ പുള്ളി കൊടുത്തുവിട്ട്. അപ്പൊ മറ്റേ അപ്പുറത്തുനിന്ന് ക്ലർക്ക് ഓടി വന്നേക്കണത്, ആരാണ് സാർ നമ്മൾ എന്തിനാ ഇത്ര തിരക്കുടിച്ചൊക്കെ ചെയ്യണം? മിണ്ടാ കൊടുത്തന്നെ വിട്ടേ, തലവേദന ഒരു തവണ ഞാൻ അപേക്ഷ കൊടുത്താൽ പറയാതെ, അപേക്ഷ ഞാൻ തരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് 10 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ 10 ദിവസം കഴിഞ്ഞ് എനിക്ക് സാധനം കിട്ടിയാൽ മതി. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, വരുമ്പോഴത്തേക്ക് അപേക്ഷ കാണാനില്ലെന്ന് എന്നോട് പറയരുതിട്ടാന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറയരുത്. അപ്പൊ എന്നോട് പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ അപേക്ഷ കൊടുത്തിട്ട് കാണാനില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വയനാട് പുനരധിവാസത്തിൽ നിൽക്കുന്നവർ ഇപ്പോഴും തൂങ്ങിത്തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ കാപ്പ കേസിലെ പ്രതിയും പ്രിയങ്കരനുമായിട്ടുള്ള സുഗതന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇത്രയും പണിയെടുക്കുന്നതിൽ എനിക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം തോന്നരുത്, ഇവ ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസ് ആണ്. കോൺഗ്രസ് നഖശികാന്തം BJPയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഒരു കാഴ്ച കൂടി എനിക്ക് കാണാൻ ഞാൻ കൊതിക്കുന്നുള്ളൂ, അത് ഉടനെ തന്നെ സംഭവിക്കുമെന്നാണ് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് യാദൃശ്ചികമായി വളരെ അസാധാരണമായിട്ടുള്ള ഒരു അതിഥിയായിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല ചെന്നിരുന്നു. അടുത്തത് എനിക്ക് കാണാനുള്ളത് സുഗതന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ തന്നെ വിവാഹ ആശംസകൾ അറിയിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനോ KM ഷാജിയും രമേശ് ചെന്നിത്തലയും കൂടി നിന്ന് പായസം ഉറിഞ്ചി കുടിക്കുന്നത് കാണാൻ എനിക്ക് വലിയ താല്പര്യം.